ഹായ്, നമസ്കാരം. ഷാഹിറാണ്. നമ്മുടെ ഒരു വീഡിയോക്ക് ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ആരാണെന്നറിയില്ല, ആരായാലും ആ വ്യക്തി നല്ലൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ അത്യാവശ്യമാണ്, ആധാർ കാർഡിൽ പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗസ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടി. അതോടൊപ്പം തന്നെ ആധാർ കാർഡ് ഉണ്ട്, പഴയ ആധാർ കാർഡ്, പാൻ കാർഡ് ഉണ്ട്. പഴയ പേര് കാണിക്കാൻ പാൻ കാർഡ് ഉണ്ട്. അതുപോലെ അത് ചേഞ്ച് ചെയ്യാൻ പോയ സമയത്ത് അക്ഷയന് അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഓക്കെ, സംഭവിച്ചാൽ ഇത്രയേ ഉള്ളൂ. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ടൈമിന് കുറച്ച് സോഫ്റ്റ്വെയറിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പേജുകളും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗസ്റ്റ് പബ്ലിക്കേഷൻ്റെ 2 പേജ്, പിന്നെ പഴയ പേര് കാണിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ്, അത് പാൻ കാർഡിൻ്റെ 2 പേജ്. അപ്പോൾ ടോട്ടൽ 4 പേജ് ഒറ്റ ഫയലായിട്ട് ചെയ്യണം. അത് ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് ആ ടൈമിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ലായിരിക്കാം. ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. മിനിഞ്ഞാന്ന കമൻറ്റാണ്. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഇഷ്യൂ മാറിയിട്ടുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് ഇഷ്യൂ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് പോയിട്ട് ചെയ്യാം. ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, എല്ലാവിധ ആശംസകൾ എത്രയും പെട്ടെന്ന് റെഡിയായി വരട്ടെന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇനി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ. ഇൻ കേസ് അങ്ങനത്തെ ഇഷ്യൂ ഇനി വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്റ്റ് ലിങ്ക്, വാട്സപ്പ് ലിങ്ക് എന്ത് ചെയ്യാൻ ഇതിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം. നിങ്ങളത് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, എൻ്റെ ചുറ്റുവട്ടത്തിലാണ്, ഞാൻ തന്നെ ഇത് ക്ലിയർ ആക്കി തരാം. ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും എല്ലാ ഭാഗത്തും അക്ഷയക്കാരുണ്ട്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഓക്കെ, ഒന്നിച്ച് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ റെഡിയാക്കി തരും. അത്രയോ സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അത് ക്ഷമിച്ചു മനസ്സിലാക്കുന്നു, അറിയാലോ. അത്രയോ. ഓക്കെ, താങ്ക്സ്. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മളെല്ലാ അക്ഷയക്കാരും ഒറ്റക്കെട്ടാണ്. വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഏത് കാര്യങ്ങളും നമ്മൾ ശരിയാക്കി തരും. നിങ്ങൾക്ക് വേണ്ടിയാണ് അക്ഷയക്കാരായിട്ടുള്ള നമ്മളെപ്പോലെ ആൾക്കാർ ജീവിക്കുന്നതാണ്. ഓക്കെ, 14 വർഷം 22 വർഷമൊക്കെ ആയി. അക്ഷയ വന്നിട്ട് 22 വർഷമായി. ഞാൻ എൻ്റെ ജീവിതം അക്ഷയ സെൻറ്ററിൽ തുടങ്ങിയിട്ട് 14 വർഷം പൂർത്തിയായി. ഓക്കെ, അതൊന്നും കൂടിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കൂടെ നമ്മളുണ്ട് എല്ലായ്പ്പോഴും. ഓൾ ദി ബെസ്റ്റ്. വീണ്ടും പറയുകയാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക, മനസ്സ് തുറന്ന് ചോദിക്കുക, നമ്മളത് ക്ലിയർ ആക്കി തരും.